നമസ്കാരം. പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പല മാതാപിതാക്കളുടെയും ഉള്ളിലും ആശങ്കയുണ്ടാകാം. ഭർത്തൃവീട്ടിൽ മകൾ സുരക്ഷിതയായിരിക്കുമോ, സന്തോഷവതിയായിരിക്കുമോ? ആദ്യ ദിവസങ്ങളിൽ മകളുടെ ഫോൺ കോളുകൾ വന്നാൽ അച്ഛനമ്മമാരുടെ ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. എറണാകുളം വടക്കൻ പറവൂരിൽ നിന്ന് കോഴിക്കോട് പന്തീരങ്കാവിലേക്ക് മകളെ വിവാഹം കഴിപ്പിച്ചയച്ച മാതാപിതാക്കൾക്ക് 5-ാം ദിവസം കേൾക്കേണ്ടി വന്നത് മരുമകന്റെ മനോനില തെറ്റിയ പ്രവൃത്തിയെക്കുറിച്ചാണ്. കേരളം ഏറെ ചർച്ച ചെയ്ത പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പിന്നീട് നാടകീയ സംഭവങ്ങൾ അരങ്ങേറി. പരാതിയും മൊഴിമാറ്റവും കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട കേസിൽ യുവതിക്ക് ഭർത്താവിൽ നിന്ന് വീണ്ടും മർദ്ദനമേറ്റു. എന്താണ് പന്തീരങ്കാവ് കേസിൽ സംഭവിക്കുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. അടിമുടി നാടകീയത നിറഞ്ഞതായിരുന്നു കോഴിക്കോട് പന്തീരങ്കാവിലെ ഗാർഹിക പീഡന കേസ്. യുവതിയുടെ പരാതിയും മൊഴിമാറ്റവും ഉണ്ടായ കേസ് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തതാണ്. കേസ് തീർപ്പാക്കി 1 മാസത്തിന് ശേഷം അതേ യുവതി വീണ്ടും ഭർത്താവിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. മീൻകറിക്ക് ഉപ്പും പുളിയും കുറഞ്ഞെന്ന് പറഞ്ഞ് ഭർത്താവ് രാഹുൽ മർദ്ദിച്ചെന്നാണ് പുതിയ പരാതി. സംഭവത്തിൽ വധശ്രമം, ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഭർത്താവ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മെയ് 12 പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിന്റെ തുടക്കം. പന്തീരങ്കാവിലെ ഭർതൃവീട്ടിൽ വെച്ച് പറവൂർ സ്വദേശിനിയായ യുവതിയെ ഭർത്താവ് രാഹുൽ ക്രൂരമായി മർദ്ദിച്ചുവെന്നായിരുന്നു അന്നത്തെ പരാതി. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം യുവതിയുടെ ബന്ധുക്കൾ അടുക്കള കാണൽ ചടങ്ങിനെത്തിയപ്പോഴാണ് മർദ്ദന വിവരം പുറത്തറിഞ്ഞത്. തുടർന്ന് യുവതിയെയും കൂട്ടി ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. മദ്യലഹരിയിൽ രാഹുൽ മർദ്ദിച്ചെന്നും മൊബൈൽ ചാർജറിന്റെ കേബിൾ കഴുത്തിലിട്ട് മുറുക്കിയെന്നുമായിരുന്നു യുവതി അന്ന് നൽകിയ മൊഴി. പോലീസ് കേസെടുത്തതിന് പിന്നാലെ രാഹുൽ വിദേശത്തേക്ക് കടന്നു. സംഭവം വിവാദമായതോടെ രാഹുലിനായി പോലീസും ഊർജിതമായി തെരച്ചിൽ ആരംഭിച്ചു. പിന്നീടാണ് കേസിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. കഴിഞ്ഞ ജൂൺ 10 യുവതി സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പുതിയ വെളിപ്പെടുത്തൽ നടത്തി. ഭർത്താവ് രാഹുലിനെതിരെ മോശമായ കാര്യങ്ങൾ പറഞ്ഞതിൽ കുറ്റബോധമുണ്ടെന്നും വീട്ടുകാരും ബന്ധുക്കളും നിർബന്ധിച്ചതിനാലാണ് നുണകൾ പറഞ്ഞതെന്നുമാണ് യുവതി പറഞ്ഞത്. രാഹുൽ 2 തവണ തല്ലിയെന്നത് ശരിയാണ്. അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റത് ബാത്റൂമിൽ വീണതിനാലാണെന്നും കേസിന് ബലം കിട്ടാനാണ് മറ്റു പല ആരോപണങ്ങളും ഉന്നയിച്ചതെന്നും യുവതി പറഞ്ഞിരുന്നു. ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ യുവതിയെ കാണാനില്ലെന്ന് വീട്ടുകാരും പരാതി നൽകി. എന്നാൽ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്ന് വെളിപ്പെടുത്തി യുവതി തന്നെ രംഗത്തെത്തി. ഇതിനിടെ ഗാർഹിക പീഡന കേസ് റദ്ദാക്കാനായി പ്രതി രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചു. പരാതിക്കാരി കേസിൽ നിന്നും പിന്മാറിയതിന്റെ പശ്ചാത്തലത്തിൽ ഒക്ടോബർ 25 ഹൈക്കോടതി കേസ് റദ്ദാക്കുകയും ചെയ്തു. ഇനിയാണ് കേസിൽ വൻ ട്വിസ്റ്റ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി ഭർത്താവിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തി. തുടർന്ന് പോലീസ് മൊഴിയെടുത്തപ്പോൾ മർദ്ദനത്തിൽ പരാതിയില്ലെന്നാണ് ആദ്യം പോലീസിനോട് പറഞ്ഞത്. തുടർന്ന് മാതാപിതാക്കൾ എത്തിയതോടെ പരാതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു. മീൻകറിക്ക് ഉപ്പും പുളിയും കുറഞ്ഞുവെന്ന് പറഞ്ഞ് ഭർത്താവായ രാഹുൽ മർദ്ദിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. യുവതിയുടെ കണ്ണിലും മുഖത്തുമാണ് പരിക്ക്. അമ്മയെ ഫോണിൽ വിളിച്ചതിന്റെ പേരിൽ ഭർത്താവ് ഉപദ്രവിച്ചുവെന്നും പരാതിയിലുണ്ട്. 1.5 മാസത്തിനിടയിൽ നിരവധി തവണ മകളെ രാഹുൽ മർദ്ദിച്ചതായും വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോലും അനുവദിക്കുന്നില്ലെന്നും മാതാപിതാക്കൾ പറഞ്ഞു. അതിനിടെ ആശുപത്രിയിൽ നിന്ന് മുങ്ങിയ രാഹുലിനെ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിന് പാലാഴിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഭാര്യയുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ വധശ്രമം, ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. യുവതി മാതാപിതാക്കളോടൊപ്പം സ്വന്തം വീട്ടിലേക്കും പോയി. ന്യൂസ് 18 കോഴിക്കോട്. പത്തനംതിട്ടയിൽ 17-കാരി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. പെൺകുട്ടി 5 മാസം ഗർഭിണിയായിരുന്നു. ഇക്കാര്യം അവളുടെ മാതാപിതാക്കൾ പോലും അറിഞ്ഞത് മരണശേഷമാണ്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടി തിങ്കളാഴ്ചയാണ് മരിച്ചത്. പനി ബാധിച്ചാണ് കുട്ടിയെ ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെങ്കിലും അമിത അളവിൽ മരുന്ന് കഴിച്ചതായി ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചതോടെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു.
പെൺകുട്ടി ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിലാണ്. ഇതോടെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്താണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഒരാഴ്ച മുൻപാണ് 17 വയസ്സുള്ള പെൺകുട്ടിയെ പനി ബാധിച്ച് അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവിടെ ചില പരിശോധനകൾ നടത്തിയെങ്കിലും അസുഖം ഭേദമാകാത്തതിനാൽ 22-ന് അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെൺകുട്ടി മരിച്ചത് കടുത്ത അണുബാധയെ തുടർന്നാണെന്നായിരുന്നു പ്രാഥമിക നിഗമനം. മരണത്തിൽ അസ്വാഭാവികത തോന്നിയ ഡോക്ടർമാർ വിവരം പോലീസിനെ അറിയിച്ചതോടെ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പെൺകുട്ടി 5 മാസം ഗർഭിണിയാണെന്ന വിവരം വ്യക്തമായത്. പെൺകുട്ടി അമിത അളവിൽ മരുന്ന് കഴിച്ചിരുന്നെന്നും അതുകൊണ്ടാകാം അണുബാധയുണ്ടായതെന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗർഭിണിയാണെന്ന വിവരം മറ്റാരും അറിയാതിരിക്കാൻ പെൺകുട്ടി അമിത അളവിൽ ഗുളിക കഴിച്ചതാകാമെന്നാണ് സംശയം. +2 പഠിച്ചിരുന്ന കുട്ടി 17-കാരനുമായി സൗഹൃദത്തിലായിരുന്നെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. എന്നാൽ പെൺകുട്ടി ഗർഭിണിയായത് ഈ സുഹൃത്തിൽ നിന്നാണോ എന്ന് വ്യക്തമല്ല. അടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. മലയാളി യുവാക്കൾ മറ്റൊരു നാട്ടിൽ കൊല ചെയ്യപ്പെടുകയോ ആക്രമണത്തിന് ഇരയാവുകയോ ചെയ്താൽ നമ്മളെ സംബന്ധിച്ച് ഏറെ നൊമ്പരപ്പെടുത്തുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെ മലയാളികൾ മറ്റൊരു സ്ഥലത്ത് പോയി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ അത് വലിയ നാണക്കേടുമാകും. ബംഗളൂരുവിൽ അസം സ്വദേശിയും ബ്ലോഗറുമായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് അന്വേഷണം നീങ്ങുന്നത് കണ്ണൂർ സ്വദേശിയായ യുവാവിനെ കേന്ദ്രീകരിച്ചാണ്. 25-കാരിയായ മായ ഗോഗോയെ ആണ് ഇന്ദിരാനഗറിലെ അപ്പാർട്ട്മെന്റിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. യുവതിയുടെ ആൺസുഹൃത്തും കണ്ണൂർ സ്വദേശിയുമായ ആരവ് ഹർണിയാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അസം സ്വദേശിയും ബംഗളൂരുവിലെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരിയുമായ മായ ഗൊഗോയിയെ ഇന്ദിരാനഗറിലെ സർവീസ് അപ്പാർട്ട്മെന്റിലാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. യുവതിയുടെ ആൺസുഹൃത്തും കണ്ണൂർ സ്വദേശിയുമായ ആരവാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ സംശയം. സംഭവത്തിന് പിന്നാലെ ഇയാളെ കാണാതായി. ശനിയാഴ്ചയാണ് മായയും ആരവും അപ്പാർട്ട്മെന്റിൽ മുറിയെടുത്തത്. ഇരുവരും അപ്പാർട്ട്മെന്റിലേക്ക് ഒരുമിച്ചെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം ആരവ് കടന്നു കളഞ്ഞതായാണ് സംശയം. ായ മായയെ ക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. യുവതിയുടെ നെഞ്ചിൽ പലതവണ കുത്തേറ്റിട്ടുണ്ട്. ഞായറാഴ്ച ആരവ് കൊല നടത്തിയിരിക്കാമെന്നാണ് പോലീസിന്റെ സംശയം. 2 ദിവസം മൃതദേഹത്തിനൊപ്പം ഇയാൾ തങ്ങിയെന്ന് സംശയവും പോലീസിനുണ്ട്. ആരവും മായയും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നാണ് വിവരം. കണ്ണൂർ സ്വദേശിയായ ആരവ് കുറച്ചുനാളായി ബംഗളൂരുവിലുണ്ട്. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ആരവ് നാട്ടിലേക്ക് കടന്നിരിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ കേരളത്തിലേക്കും ബംഗളൂരു പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ന്യൂസ് 18 ബംഗളൂരു. മൂന്നാറിൽ യുവാവ് വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. മൂന്നാർ സ്വദേശി സൂര്യയാണ് മരിച്ചത്. മരണം കൊലപാതകമാണെന്നാണ് പോലീസിൽ ലഭിച്ച സൂചന. അടുത്ത ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തു.
സഹായിയായിരുന്നു മരിച്ച സൂര്യ. കഴിഞ്ഞ ദിവസം രാവിലെ ജോലിക്ക് ചെല്ലാതിരുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീടിന്റെ വശത്തുള്ള മുറിയിൽ നിലത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാതാവും സഹോദരനുമാണ് അടുത്ത വീട്ടിൽ താമസിച്ചിരുന്നത്. യുവാവ് തൂങ്ങി മരിച്ചുവെന്നാണ് ബന്ധുക്കൾ ആദ്യം പോലീസിനോട് പറഞ്ഞത്. എന്നാൽ മൃതദേഹം നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു. യുവാവിന്റെ കഴുത്തിൽ മുറിവേറ്റ പാടുകളുമുണ്ട്. സംഘർഷം നടന്നതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നെന്നും നിലത്ത് രക്തക്കറകൾ ഉണ്ടായിരുന്നെന്നും പോലീസ് പറഞ്ഞു. SI അജേഷ് കെ ജോൺ, ഫോറൻസിക് വിദഗ്ധർ, വിരലടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. സൂര്യയുടെ അടുത്ത ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 മൂന്നാർ. സംസ്ഥാനത്ത് മദ്യലഹരിയിലുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ വീട്ടമ്മയ്ക്ക് നേരെ കോടാലി ഉപയോഗിച്ചാണ് മദ്യപന്റെ ആക്രമണമുണ്ടായത്. ചുടുകാട്ടുപറമ്പ് കോളനിയിൽ രാജനാണ് അയൽവാസിയായ ലീലയെ ആക്രമിച്ചത്. തൃക്കുന്നപ്പുഴ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. സ്ഥിരമായി മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്ന ആളാണ് രാജൻ. ഇയാൾക്കെതിരെ നിരവധി കേസുകൾ തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷനും സമീപത്തെ മറ്റു സ്റ്റേഷനുകളിലുമുണ്ട്. മദ്യപിച്ച ശേഷം വീടിനടുത്തെത്തിയ രാജൻ ലീലയുടെ മകനുമായി വാക്കേറ്റമുണ്ടായി. ഈ ദേഷ്യത്തിൽ മകനെ കോടാലി ഉപയോഗിച്ച് ആക്രമിക്കാനെത്തുമ്പോഴാണ് ലീല തടസ്സം പിടിക്കാനെത്തിയത്. മകൻ ഓടി രക്ഷപ്പെട്ടപ്പോൾ ലീലയെ രാജൻ കോടാലി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. കോടാലി ഉപയോഗിച്ച് പലകുറി വെട്ടിയെങ്കിലും കോടാലിക്ക് മൂർച്ചയില്ലാത്തതുകൊണ്ടും വീട്ടമ്മ ഒഴിഞ്ഞതുകൊണ്ടും ഗുരുതരമായി പരിക്കേറ്റില്ല. മുതുകിലും കൈയിലും പരിക്കേറ്റ ലീലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാർ ചേർന്ന് പ്രതിയെ പിടിച്ചുവെക്കുകയും തൃക്കുന്നപ്പുഴ പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. രാജൻ ഹൃദ്രോഗിയായതിനാൽ ഇതിനു മുൻപ് പലതവണ പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോഴൊക്കെ വിട്ടയച്ചിരുന്നു. ഭാര്യയും മക്കളും ഉപേക്ഷിച്ചു പോയാൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഡി അഡിക്ഷൻ സെന്ററിൽ രാജനെ മുൻപ് ചികിത്സയ്ക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്നും ചാടി വരികയായിരുന്നു. സംഭവത്തിൽ രാജന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ന്യൂസ് 18 ആലപ്പുഴ. വാട്സാപ്പ് സുരക്ഷിതമാണെന്നാണ് നമ്മൾ പൊതുവെ കരുതാറുള്ളത്. എന്നാൽ വാട്സാപ്പിലും കയറിക്കൂടാമെന്ന് തെളിയിക്കുകയാണ് ഹാക്കർമാർ. പോലീസിന്റെ ജാഗ്രതാ മുന്നറിയിപ്പിനിടയിലും സംസ്ഥാനത്ത് വാട്സാപ്പ് ഹാക്കിംഗ് തട്ടിപ്പ് തുടരുകയാണ്. മെറ്റയ്ക്ക് പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പലർക്കും വാട്സാപ്പ് നിയന്ത്രണം തിരികെ കിട്ടിയിട്ടില്ല. ജാഗ്രത നൽകിയതിനപ്പുറം പോലീസും വിഷയത്തിൽ കൈമലർത്തുകയാണ്. ഇന്ന് എന്റെയാണെങ്കിൽ നാളെ നിങ്ങളുടെ വാട്സാപ്പുകളും ഹാക്ക് ചെയ്യപ്പെടാം. പല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാം. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. ഇതുവരെ പുറത്തുവന്ന സൈബർ തട്ടിപ്പുകളിൽ ഏറ്റവും ജാഗ്രത പുലർത്തേണ്ട ഒന്നാണ് വാട്സപ്പ് ഹാക്കിംഗ്. സ്വന്തം നമ്പറിലുള്ള അക്കൗണ്ടിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതോടെ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തട്ടിപ്പിന് പുറമെ വ്യക്തിയുടെ സ്വകാര്യതയും നഷ്ടമാക്കും. സ്വന്തം പേരിലുള്ള വ്യാജൻ കോണ്ടാക്റ്റിലുള്ള മറ്റുള്ളവരെ തേടിയെത്തും. തട്ടിപ്പിന്റെ തുടക്കം എങ്ങനെയാണ്? പരിചിത നമ്പറിൽ നിന്നും 6 അക്ക ഡിജിറ്റൽ കോഡ് തേടി വാട്സപ്പ് സന്ദേശമെത്തും. പ്രതികരിക്കുന്നവരുടെ അക്കൗണ്ട് അതോടെ ഹാക്ക് ചെയ്യപ്പെടുന്നു. കോണ്ടാക്ട് നമ്പറുകളിലേക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമെത്തും. ചിലപ്പോൾ നിയന്ത്രണം തിരികെ ലഭിക്കാൻ നമ്പറിന്റെ ഉടമയോടും ഹാക്കർമാർ പണം ആവശ്യപ്പെടും. പോലീസ് ജാഗ്രത നൽകിയിട്ടും തട്ടിപ്പിനിരയാകുന്നവരുടെ എണ്ണം പെരുകുകയാണ്. തട്ടിപ്പ് നടക്കുന്നതറിഞ്ഞ് ജാഗ്രത പുലർത്തിയവരും ഹാക്ക് ചെയ്യപ്പെട്ടു. ആ സമയത്ത് ഇതിലേക്ക് പെട്ടെന്നൊരു പോപ്പപ്പ് പോലെ ഒരു 6 ഡിജിറ്റ് നമ്പർ വരുന്നു. ഈ നമ്പർ ഞാൻ അപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നില്ല. ഈ നമ്പർ ഞാൻ സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഇത്
സ്ക്രീനിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യാൻ നോക്കുന്നു. ആ സമയത്ത് ഇതിൽ നിന്ന് ഇത് കോപ്പി പേസ്റ്റ് ആയതാണെന്ന് കരുതുന്നു. എൻ്റെ ഫോണിൽ മെസ്സേജ് പോയതായിരിക്കാം. ഈ പിൻ നമ്പർ എൻ്റെ ഫോണിൽ വാട്സപ്പിലേക്ക് എൻ്റർ ആകുന്നു എന്ന് കരുതുന്നു. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഒരു 6 ഡിജിറ്റ് നമ്പർ വന്നു. അതിന് തൊട്ട് പുറകെ ഇതിനകത്ത് സ്വാഭാവികം ചിലപ്പോൾ വാട്സപ്പ് നമ്മൾ ഇത്തരത്തിൽ ആപ്ലിക്കേഷനുകൾ നമ്മൾ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വെരിഫിക്കേഷൻ വരുന്ന കോള്, അത്തരത്തിലൊരു കോള് വന്നിരുന്നു. ആ കോൾ ഞാൻ ഡിനേ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ അതിനിടയ്ക്ക് ഈ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. ഹാക്ക് ചെയ്യപ്പെട്ട് പല ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അക്കൗണ്ട് നിയന്ത്രണം തിരികെ ലഭിച്ചിട്ടില്ല. വാട്സപ്പ് ഉടമസ്ഥരായ മെറ്റയ്ക്ക് പരാതി നൽകുക മാത്രമാണ് ഏക വഴി. പക്ഷേ ഇത് പലപ്പോഴും ഫലം കാണുന്നില്ല. എവിടെയാണോ ഈ തട്ടിപ്പ് വരുന്നത് ആ സംസ്ഥാനത്തിന് വെളിയിലുള്ള മറ്റൊരു സംസ്ഥാനത്തു നിന്നാണ് കൂടുതലും ഇത്തരത്തിലുള്ള മെസ്സേജുകളും കോളുകളും വരുന്നത്. അവര് പലപ്പോഴും നമ്മളുടെ ഒരു അന്വേഷണ സംഘം ആ സംസ്ഥാനത്ത് എത്താൻ എടുക്കുന്ന ഒരു കാലതാമസം ഉണ്ടാവും. ആ സമയം കൊണ്ട് ഇവർ അവരുടെ പൈസ രക്ഷപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് പലതുന്നത്. അതുകൊണ്ട് നമുക്കിത് അവരിലേക്ക് എത്താൻ പറ്റും. കാരണം അതിനൊരു സഹായം വേണ്ടത് മെറ്റയുടെ, അതായത് ഇവരുടെ പ്രൊവൈഡേഴ്സിന്റെ സപ്പോർട്ട് വേണം. കാരണം ഇതിന്റെ ഏത് നമ്പറിൽ നിന്നാണ്, ഏത് IP ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്, അവർ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പർ ഏതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നൽകേണ്ടത് മെറ്റയാണ്. അപ്പൊ അവർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന മറുപടിക്കുള്ള കാലതാമസം എടുക്കുമ്പോഴത്തേക്കും സാധാരണ ഇമ്മീഡിയറ്റ് ആയിട്ട് ചില ആളുകൾക്കെങ്കിലും പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഹാക്കർമാരുടെ ചതിയിൽ വീണ് പണം നഷ്ടപ്പെട്ടവരും നിരവധിയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ബാങ്കുകളും കൈമലർത്തുന്നു. തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് കൂടുതൽ ജാഗ്രത പുലർത്തുക മാത്രമാണ് ഏക വഴി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കണ്ണൂർ ADM-ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ എന്ന് സംശയിക്കുന്നുവെന്ന് കുടുംബം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് കേസ് CBI അന്വേഷിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നത്. ഹർജി നാളെ കോടതി പരിഗണിക്കും. നവീൻ ബാബു കൊല്ലപ്പെട്ടതാകാമെന്ന സംശയമുയർത്തിയാണ് ഭാര്യ മഞ്ജുഷ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. നവീൻ ബാബുവിനെ കൊന്നതിനുശേഷം കെട്ടിത്തൂക്കിയതാണോ എന്ന സാധ്യത പരിശോധിക്കപ്പെട്ടില്ല. യാത്രയയപ്പ് ചടങ്ങിനു ശേഷം ചിലർ നവീൻ ബാബുവിനെ കണ്ടു. മരണത്തിലേക്ക് നയിച്ച വസ്തുതകൾ പുറത്തുകൊണ്ടുവരാനായില്ല. ബന്ധുക്കളുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നിട്ടും കുടുംബം എത്തുന്നതിനു മുൻപ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. പ്രത്യേക അന്വേഷണ സംഘം തെളിവ് ശേഖരണത്തിൽ പരാജയപ്പെട്ടു. തെളിവുകൾ മറയ്ക്കാനും പ്രതിക്ക് വ്യാജ തെളിവുകൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന വിധത്തിലും അന്വേഷണ സംഘം ഇടപെടൽ നടത്തുന്നുവെന്ന സംശയവും ഹർജിയിൽ ഉന്നയിക്കുന്നു. കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയില്ല. അതിനാൽ നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ADM നവീൻ ബാബുവിന്റെ കുടുംബം നൽകിയ ഹർജി നേരത്തെ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അടുത്ത മാസം 3-ന് വിധി പറയാനായി മാറ്റി. പ്രതിയുടെയും സാക്ഷികളുടെയും ഫോൺ കോൾ രേഖകൾ, കളക്ട്രേറ്റ്, റെയിൽവേ സ്റ്റേഷൻ പരിസരം, ക്വാർട്ടേഴ്സ് പരിസരം എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ എന്നിവ ശേഖരിച്ച് സൂക്ഷിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഈ സംഭവം നടന്നു വന്ന് ഈ യാത്രയപ്പ് യോഗത്തിന് ശേഷം ഈ കളക്ട്രേറ്റിന്റെ ഈ ഹാളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ക്വാർട്ടേഴ്സ്, റെയിൽവേ സ്റ്റേഷൻ, മുനീശ്വരൻ കോവിൽ ആ ഭാഗം, അദ്ദേഹം സഞ്ചരിക്കാൻ ആ വഴി റെയിൽവേ സ്റ്റേഷൻ വരെ സഞ്ചരിച്ചതും അതേപോലെ തിരിച്ചു വരാനും സാധ്യതയുള്ളതുമായ എല്ലാ സ്ഥലങ്ങളിലെയും CCTV വിഷ്വൽസ്, അവൈലബിൾ ആയ CCTV വിഷ്വൽസ് കണ്ടെത്തിയിട്ട് അത് കോടതിയിൽ സമർപ്പിക്കാൻ, കാരണം അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. പോലീസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തൃപ്തികരമല്ലെന്നും കുടുംബം ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുമ്പോഴാണ് ശക്തമായ നീക്കം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കുടുംബത്തിനൊപ്പമെന്ന് ഉറപ്പുകൊടുത്ത CPM നേതൃത്വത്തെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധത്തിലാക്കുന്നതാണ് ഹർജി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ വൻ കവർച്ച നടന്ന സംഭവത്തിൽ പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. ACP രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള 19-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വീട്ടിലെ തൊഴിലാളികളുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോഷ്ടാക്കൾ കേരളം വിട്ടിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. അഷ്റഫിന്റെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ വ്യക്തമല്ലാത്തത് അന്വേഷണത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്.
കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിലെ കവർച്ചയിൽ ദുരൂഹതകളേറെയാണ്. അതാണ് അന്വേഷണത്തിലെ പ്രധാന വെല്ലുവിളിയും. വീടിന്റെ തെക്കുഭാഗത്തെ മതിൽ ചാടിക്കടന്നാണ് ബുധനാഴ്ച രാത്രി 2 പേർ ഇരുനില വീട്ടിലെത്തിയത്. താഴത്തെ നിലയിലെ ചുമരിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറ തിരിച്ച് ദിശമാറ്റി വെക്കുകയാണ് ആദ്യം ചെയ്തത്. വീടിന്റെ ഇടതുഭാഗത്തുള്ള കാർപോർച്ചിലെ CCTVയിൽ ഈ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. 2 പേർ മതിൽ ചാടിക്കടക്കുന്നതും ഒരാൾ റോഡിന് സമീപം നിൽക്കുന്നതും പോലീസിന് ലഭിച്ച ദൃശ്യങ്ങളിലുണ്ടെന്നാണ് സൂചന. എന്നാൽ ദൃശ്യങ്ങൾ വ്യക്തമല്ലാത്തത് അന്വേഷണത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. കവർച്ചാ സംഘം ആദ്യം വീടിന്റെ പിന്നിലെ വാതിൽ തകർത്ത് അകത്ത് കയറാനാണ് ശ്രമിച്ചത്. അത് പരാജയപ്പെട്ടതോടെയാണ് അടുക്കള ഭാഗത്തെ ജനാലയുടെ ഇരുമ്പ് ഗില്ല് ഇളക്കി മാറ്റി അതുവഴി അകത്ത് കടന്നത്. വീടിനകത്ത് കടന്ന സംഘം ലോക്കർ സൂക്ഷിച്ചിരുന്ന മുറിയിലേക്കാണ് നേരെ പോയത്. 30 മുതൽ 45 മിനിറ്റുകൾക്കുള്ളിൽ കവർച്ച നടത്തി രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. കിടപ്പുമുറിയിലെ ലോക്കറിലാണ് പണവും ആഭരണങ്ങളും സൂക്ഷിച്ചിരുന്നത്. ലോക്കറിന്റെ താക്കോൽ ഒരു അലമാരയിൽ വെച്ച് പൂട്ടി. ആ അലമാരയുടെ താക്കോൽ മറ്റൊരു അലമാരയിലാണ് വെച്ചിരുന്നത്. ഈ താക്കോൽ ഉപയോഗിച്ച് ലോക്കർ തുറന്നാണ് കവർച്ച നടത്തിയതെന്നാണ് വിവരം. എല്ലാ മുറികളിലെയും അലമാരകൾ തുറന്ന് സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലാണ്. വീടും പരിസരവും കൃത്യമായി മനസ്സിലാക്കിയവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് കരുതുന്നു. അരിമൊത്ത വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് കവർന്നത് 1 കോടി രൂപയും 300-ലേറെ പവൻ സ്വർണ്ണ വജ്രാഭരണങ്ങളുമാണ്. ആകെ 3 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് അഷ്റഫിന്റെ മകൻ അദ്നാൻ അഷ്റഫ് വളപട്ടണം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. കവർച്ചയ്ക്ക് ശേഷം മോഷ്ടാക്കൾ ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. പോലീസ് നായ റെയിൽവേ സ്റ്റേഷൻ വരെ പോയെങ്കിലും ആ വഴിയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഒന്നും കണ്ടെത്താനായില്ല. കുടുംബം യാത്ര പോകുന്നതും വീട്ടിൽ പണവും ആഭരണങ്ങളും ഉണ്ടെന്നതും കൃത്യമായി മനസ്സിലാക്കിയാണ് കവർച്ചയെന്നാണ് സംശയം. ബന്ധുവീട്ടിലേക്ക് താമസം മാറിയ അഷ്റഫിന്റെയും കുടുംബാംഗങ്ങളുടെയും മൊഴി പോലീസ് ശേഖരിച്ചു. കളക്ഷനായി കിട്ടിയ പണമാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്നതെന്നും യാത്ര പോയതിനാലാണ് ഇത് ബാങ്കിൽ അടയ്ക്കാഞ്ഞതെന്നുമാണ് പോലീസിന് ലഭിച്ച മൊഴി. ACP രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള 19 അംഗ പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 കണ്ണൂർ. കാസർഗോഡ് ആദൂരിൽ കോൺഗ്രസ് നേതാവായിരുന്ന T ബാലകൃഷ്ണനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതിക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ആദൂർ കുണ്ടാർ ടെമ്പിളിന് സമീപത്തെ V രാധാകൃഷ്ണനെയാണ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കേസിൽ 3 പ്രതികളെ കോടതി വെറുതെ വിട്ടു. രാഷ്ട്രീയ വിരോധം വെച്ചാണ് കോൺഗ്രസ് നേതാവായ ബാലകൃഷ്ണനെ കുത്തിക്കൊന്നതെന്നാണ് കേസ്. കോൺഗ്രസ് നേതാവായിരുന്ന ആദൂർ പൊസഡിഗയിലെ T ബാലകൃഷ്ണൻ എന്ന കുണ്ടാർ ബാലനെ കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതിക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ആദൂർ കുണ്ടാർ ടെമ്പിളിന് സമീപത്തെ V രാധാകൃഷ്ണനെയാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 2 ജഡ്ജ് ശിക്ഷിച്ചത്. പിഴ കൊല്ലപ്പെട്ട കുണ്ടാർ ബാലന്റെ കുടുംബത്തിന് നൽകണം. മറ്റു 3 പ്രതികളായ കട്ടത്തുവയലിലെ വിജയൻ, കുണ്ടാറിലെ K കുമാരൻ, അത്തനടി ഹൗസിലെ ദിലീപ് കുമാർ എന്നിവരെ കോടതി വെറുതെ വിട്ടു. ലൂപ്പോൾസുകൾ പാളിച്ചകൾ പറ്റിയാണ് ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പിഴവ് കൊണ്ട് മാത്രമാണ് ഈ 3 പ്രതികളെയും ഈ കോടതി വെറുതെ വിട്ടത്. ഇനി മുന്നോട്ട് കുടുംബം അപ്പീലുമായി 3 പ്രതികൾക്കെതിരെയും അപ്പീലുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നിയമപോരാട്ടം തുടരുക തന്നെ. 2008 മാർച്ച് 27-നാണ് കേസിനാസ്പദമായ സംഭവം. രാഷ്ട്രീയ വിരോധം വെച്ചാണ് കോൺഗ്രസ് നേതാവായ ബാലനെ കുത്തിക്കൊന്നതെന്നാണ് കേസ്. ആദൂർ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈം ഡിറ്റാച്ച്മെന്റ് യൂണിറ്റാണ് അന്വേഷിച്ചത്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. കാറടുക്ക മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായിരുന്ന കുണ്ടാർ ബാലൻ സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ സഞ്ചരിക്കവേ കുണ്ടാർ ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് തടഞ്ഞു നിർത്തി കാറിൽ നിന്ന് വലിച്ചിറക്കി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കൊല നടന്ന് 16 വർഷത്തിനു ശേഷമാണ് വിധി വരുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ഇനി കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം.
ശബരിമല 18-ാം പടിയിൽ പുറംതിരിഞ്ഞു നിന്ന് പോലീസുകാർ ഫോട്ടോഷൂട്ട് നടത്തിയ സംഭവത്തിൽ സന്നിധാനം സ്പെഷ്യൽ ഓഫീസറോട് ADGP റിപ്പോർട്ട് തേടി. സംഭവം സമൂഹ മാധ്യമത്തിലടക്കം ചർച്ചയായതോടെയാണ് നടപടി. ബംഗളൂരുവിൽ ഡാൻസറായ യുവാവ് 16 ഗ്രാം MDMA-യുമായി ചാലക്കുടിയിൽ പിടിയിൽ. പിടിയിലായത് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ഒളരി സ്വദേശി ഡെയ്സൺ തോമസ്. അടിമാലി മാങ്കടവിൽ വീട്ടിൽ നിന്ന് കാർഷികോൽപ്പന്നങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പെരുമ്പാവൂരിൽ താമസക്കാരനായ ഈരാറ്റുപേട്ട സ്വദേശി മുഹമ്മദ് യാസിമാണ് അറസ്റ്റിലായത്. കോഴിക്കോട് മുക്കം കാരാട്ട് കുറീസിന്റെ ഓഫീസ് പോലീസ് അടച്ചുപൂട്ടി സീൽ ചെയ്തു. പണം തട്ടിയെടുത്ത ഉടമകൾ ഒളിവിൽ പോയതോടെയാണ് പോലീസ് സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിയത്. തൃശൂർ ചാലക്കുടിയിൽ പോലീസുകാരൻ വിദ്യാർത്ഥിനിയോട് ലൈംഗിക അതിക്രമം നടത്തിയതായി പരാതി. മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ഷാജുവിനെതിരെയാണ് പരാതി. മുൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റായിരുന്ന വിദ്യാർത്ഥിനിയോടാണ് ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇയാൾ അപമര്യാദയായി പെരുമാറിയത്. വിദ്യാർത്ഥിനി ബഹളം വെച്ചതോടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ഷാജുവിനെ നാട്ടുകാർ തടഞ്ഞുവെച്ച് ചാലക്കുടി പോലീസിന് കൈമാറുകയായിരുന്നു. നിയമം പാലിക്കേണ്ടവരിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പ്രവൃത്തികൾക്ക് കടുത്ത ശിക്ഷ തന്നെ ഉറപ്പാക്കണം. ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം. കുടുംബം കടുത്ത